ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ലീഡ് കോഡിലെ മാക്സിമം സം ഇൻ എ സർക്കുലാർ സബ്അറേ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു അറേ തന്നിട്ടുണ്ടാകും. അത് സർക്കുലാർ സബ്അറേ, സർക്കുലാർ ആയിരിക്കും. ഇപ്പം 1 -2 3 -2 പിന്നെ 1 -2 ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് സർക്കുലാർ ആയിരിക്കും. ഇതേപോലത്തെ സെയിം എന്ന് പറഞ്ഞാൽ നോൺ സർക്കുലർ സബ്അറേ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ലീഡ് കോഡ് 53 അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പം ഇതിലെ ഏറ്റവും മാക്സിമം സമ്മ് ഏതാണ്, ഇതിലെ ഏറ്റവും മാക്സിമം സമ്മ് എന്താണ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മാക്സിമം സം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നോക്കിയാൽ 5 - 3 5 ഇതിലെ മാക്സിമം സം എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതും എല്ലാം കണക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 5 + 5 10 ആണ് ഇതിനകത്തുള്ള മാക്സിമം. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ വഴി കാണിച്ചു തരാം. അപ്പം ഇത് നോക്കിയാൽ മതി. അപ്പം ഫസ്റ്റ് എലമെൻറ്റ് 1, ഫസ്റ്റ് എലമെൻറ്റ് തൊട്ട് തുടങ്ങുക. ഫസ്റ്റ് എലമെൻറ്റ് 1 തൊട്ട് തുടങ്ങുക. 1 സമ്മ് 1 ആണ്. അതുപോലെ തന്നെ -2 സെക്കൻഡ് എലമെൻറ്റ് 1 -2 -1 ആണ്. അതുപോലെ തന്നെ 1 -2 3 മൂന്ന് എലമെൻറ്റ് എടുക്കുക. അതുതൊട്ട് അവസാനം പോലെ പോവുക. 1 തൊട്ട് അവസാനം ഫസ്റ്റ് 0th ഇൻഡെക്സ് തൊട്ടുള്ള എലമെൻറ്റ് തൊട്ട് തുടങ്ങി അവസാനം വരെ പോവുക. അതുപോലെ തന്നെ സെക്കൻഡ് എലമെൻറ്റ് തൊട്ട് തുടങ്ങുക. ഇനി അതുതൊട്ട് അവസാനം വരെ പോയിട്ട് അവിടുത്തെ ഓരോ എലമെൻറ്റും കൂട്ടിയുണ്ട്. സം -2 ആവും, -1 ആവും, പിന്നെ -1, പിന്നെ 3 തൊട്ട് തുടങ്ങുക. 3 തൊട്ട് തുടങ്ങിയ 3, പിന്നെ 3 + -2 അങ്ങനെ പോവും. അങ്ങനെ എലമെൻറ്റ് അങ്ങനെ വരുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ട്രിക്കാണ്. അതായത് നമുക്ക് കഡെൻസ് അൽഗോരിതം എന്ന അൽഗോരിതം ഉണ്ട്. അത് വെച്ചാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. മറ്റേ ക്വസ്റ്റ്യനും അതും ഇതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ നമുക്കുള്ളത് കറണ്ട് മാക്സിമവും പിന്നെ ഗ്ലോബൽ മാക്സിമം എന്ന രണ്ട് കാര്യങ്ങളുണ്ടാകും. ഇപ്പം നമ്മളുടെ അറേ ഒരു 1 -2 1 3 -2 എന്ന് വിചാരിച്ചോ. ഇതിലെ കറണ്ട് മാക്സിമം എന്താണെന്ന് വെച്ചാൽ, കറണ്ട് മാക്സിമം ഈ ഫസ്റ്റ് എലമെൻറ്റ് ഇതിന് മുമ്പൊന്നുമില്ല, ഇതാണോ വലുത്, ഇതിന് മുമ്പുള്ള ഇതും ഇതിന് മുമ്പുള്ളത് പ്ലസ് ആണോ വലുത് നോക്കുക. ഇപ്പം ഇതിന് മുമ്പൊന്നുമില്ല, അപ്പം ഇത് തന്നെ. ഇനി -2 ആണോ വലുത്, ഈ -2 പ്ലസ് ഈ 1 ആണോ വലുത് നോക്കുക. ഈ -2 ആണോ വലുത് അതോ -2 + 1 ആണോ വലുത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -1 ആണ് വലുത്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് വലുത്. -2നെ കാട്ടിയും വലുത് -1 ആണ്. ഈ നെക്സ്റ്റ് നോക്കുന്നത് ഈ 3 ആണോ വലുത്, ഈ 3 + -2 ആണോ നോക്കുക. ആ അറയിലെ എലമെൻ്റ് ആണോ വലുത്, അത് പ്ലസ് അതിന് മുമ്പുള്ള നമുക്ക് കിട്ടിയ എലമെൻ്റ് ആണോ വലുത് നോക്കുക. ഇപ്പോൾ 3 + -1 ആണോ വലുത് നോക്കുക. 3 + -3 ആണ് വലുത്. അപ്പം ആ 3 എടുത്ത് അവിടെ എഴുതുക. ഇനി ഈ -2 ആണോ വലുത്, ഈ -2 + 3 ആണോ വലുത് നോക്കുക. -2 + 3 ആണ് വലുത്, അത് 1 ആണ്. അപ്പം എങ്ങനെ കറണ്ട് മാക്സിമം എന്നാണ് പിടികിട്ടി കാണും. ഇനി ഗ്ലോബൽ മാക്സിമം, അതായത് ഗ്ലോബൽ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയ ഈ മാക്സിമിൽ ഇതാണോ വലുത്, ഈ കറണ്ട് മാക്സിമം ആണോ വലുത്, മാക്സിമം സം ആണോ വലുത് നോക്കുക. മാക്സിമം സം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് എലമെൻ്റ് ആണോ വലുത്, അതോ ഈ കിടക്കുന്ന എലമെൻ്റ് ആണോ വലുത് നോക്കുക. നമുക്ക് കറണ്ട് മാക്സിമം, ഇപ്പം നമുക്ക് കറണ്ട് മാക്സിമം ഇവിടെ 1 കിട്ടിയ ഈ ഓരോ എലമെൻറ്റും ഇത് നേരെ നോക്കുകയാണ്. അപ്പോൾ ഇതാണോ വലുത്, ഇതിൽ നമുക്ക് കിട്ടിയ ഈ ഗ്ലോബൽ മാക്സിമം ആണോ വലുത് നോക്കുക. 1 ആണ് വലുത്, അത് നോക്കുക. അങ്ങനെ അതാണ് ഗ്ലോബൽ മാക്സിമം എന്ന് പറയുന്നത്. ഇനി കറണ്ട് മിനിമം ഉണ്ട്, ഗ്ലോബൽ മിനിമം ഉണ്ട്. കറണ്ട് മിനിമം പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു അറേ എടുത്താൽ ഈ അറയ്ക്കകത്ത് ഇതിൽ ഈ 2 എലമെൻറ്റ് കൂട്ടുന്നതാണോ ചെറുത്, ഇതിന് മുമ്പുള്ള ഈ 2 എലമെൻറ്റ് കൂട്ടുന്നതാണോ വലുത്, ഇതാണോ വലുത് ചെറുത് നോക്കുക. അതുപോലെ തന്നെ ഈ -2 + 1 ആണോ വലുത് നോക്കുക, ഈ -2 ആണോ ചെറുത് നോക്കുക. തെറ്റിപ്പോയി, ചെറുത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഇത് +1 ആണോ
ചെറുത്, ഈ 3 ആണോ ചെറുത് നോക്കുക, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ചെറുത്. അതുപോലെ ഈ -2 ആണോ ചെറുത്, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണോ ചെറുത് നോക്കാം, -2 ആണ് ചെറുത്. അങ്ങനെ നോക്കിയിട്ടാണ് കറണ്ട് മിനിമം. കറണ്ട് ഗ്ലോബൽ മിനിമം എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം സമ്മാണോ വലുത്, മാക്സിമം സം എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയ മാക്സിമം സമ്മാണോ വലുത്, ഗ്ലോബൽ ഈ കറണ്ട് മിനിമം ആണോ മാക്സിമം ആണോ മിനിമം ആണോ വലുത് ചെറുത് നോക്കുക. അപ്പം ഇതാണ്ട് ഈ ഒരു ടേബിളിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മളുടെ അറേ 1 -2 1 -2 3 -2 5 ഇതാണ് നമ്മളുടെ അറേ. ഒരു അറയ്ക്കകത്തുള്ള എലമെന്റ്സ് എന്ന് വിചാരിച്ചു. ഇത് നമ്മളുടെ അറേ. ഈ അറേ നമ്മൾ ലൂപ്പ് വർക്കിംഗ് ആണ്, നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിലെ ലൂപ്പിന്റെ വർക്കിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഐ ഫസ്റ്റ് 0th ഇൻഡെക്സ് ആണ്. 0 ഇൻഡെക്സിൽ നമ്മളുടെ നം 1 ആണ്. ഇത് നമ്മൾ ഫുൾ അറേ ആണ്. അറേയുടെ ആദ്യം തൊട്ട് അവസാനം വരെ പോവുകയാണ്. ഇതാണ് നമ്മുടെ അറേ. ഇതിൽ 0th ഇൻഡെക്സ് 1 ആണ്. 1 ആകുമ്പോൾ കറണ്ട് മാക്സിമം 1 ആണ്, മാക്സിമം 1 സമ്മ് 1 ആണ്. എല്ലാം 1 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും കറണ്ട് മാക്സിമം ഈക്വൽ ടു മാക്സിമം സമ്മ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ 0th ഇൻഡെക്സ് എല്ലാം 1 ആണ്. 0th ഇൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എല്ലാം 1 ആയിരിക്കും. പിന്നെ സെക്കൻഡ് എലമെന്റ് നോക്കുക. -2 ആണ് സെക്കൻഡ് എലമെന്റ് അറേ. അതിൽ മാക്സിമം കറണ്ട് മാക്സിമം എന്താണെന്ന് നോക്കുക. കറണ്ട് മാക്സിമം എന്തുവാണെന്ന് നോക്കുക. നമ്മുടെ ഈ അറേയുടെ ഫസ്റ്റ് എലമെന്റ് -2 ആണോ വലുത്, അതോ ഇതേ പ്ലസ് നമ്മളുടെ കറണ്ട് മാക്സിമം ആണോ വലുത് നോക്കുക. കറണ്ട് മാക്സിമം എന്താണ് 1. നേരത്തെ കിട്ടിയ ആൻസർ പ്ലസ് ഇതാണോ വലുത് നോക്കുക. ഞാൻ നേരത്തെ വരച്ച് പറഞ്ഞ അതേ കാര്യമാണ്. മാക്സിമം ഏതാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഗ്ലോബൽ മാക്സിമം, ഇതിനാണ് മാക്സിമം സമ്മെന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയ കറണ്ട് മാക്സിമം ആണോ വലുത്, അതോ നമുക്ക് കിട്ടിയ ഈ മാക്സിമം സമ്മ് നേരത്തെ കിട്ടിയതാണോ വലുത്. നേരത്തെ നമുക്ക് കിട്ടിയ മാക്സിമം ഗ്ലോബൽ മാക്സിമം ആണോ വലുത്, ഇപ്പോൾ കിട്ടിയ കറണ്ട് മാക്സിമം ആണോ വലുത് നോക്കുക. ഇതിൽ 1 ആണ് വലുത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിരിച്ച് മിനിമം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഈ -2 ആണോ വലുത്, നമ്മുടെ അറേയുടെ എലമെന്റ് ആണോ വലുത്, അതോ അതേ പ്ലസ് അതിന് മുമ്പത്തുള്ള എലമെന്റ്, അതായത് ഈ 1 ആണോ വലുത് നോക്കുക, ചെറുതെന്ന് നോക്കുക. മിനിമം പൈത്തണിലെ ഫംഗ്ഷൻ മിനിമം മാക്സിമം കണ്ടുപിടിക്കാൻ. അപ്പോൾ മിനിമം ആണോ നോക്കുക. അതുപോലെ തന്നെ മിനിമം ഗ്ലോബൽ മിനിമം എന്താണെന്ന് ചെക്ക് ചെയ്യുക. ഈ മുമ്പുള്ള മിനിമം 1 ആണ്, ആ മിനിമം ആണോ അതോ ഇപ്പം കിട്ടിയ ഈ മിനിമം ആണോ വലുത് നോക്കുക. അതെടുത്ത് എഴുതുക. ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലമെന്റ് പ്ലസ് അറേയുടെ സെക്കൻഡ് എലമെന്റ് പ്ലസ് ടോട്ടൽ എന്തുവാണോ അത്. ടോട്ടൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മുമ്പ് കിട്ടിയ ടോട്ടൽ, പ്രീവിയസ് ടോട്ടൽ ആണ്. ടോട്ടൽ നമ്മൾ ഫസ്റ്റ് 1 ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 0 ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ പ്ലസ് ഈ എലമെന്റ് നോക്കിയ -1 കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് എലമെന്റ് 3 ചെക്ക് ചെയ്യുക. 3 ആണോ വലുത്, അതോ അതിന് മുമ്പുള്ള ഈ പ്രീവിയസ് എലമെന്റ് ആണോ വലുത്. പ്രീവിയസ് -1 ആണോ വലുത് നോക്കുക. 1 + 3 ആണോ വലുത് നോക്കുക. അതുപോലെ തന്നെ മാക്സിമം സം എന്താണെന്ന് നോക്കുക, അതായത് ഗ്ലോബൽ മാക്സിമം. അതിന് ഞാൻ മാക്സിമം സം എന്നാണ് ഇവിടെ വേരിയബിൾ നെയിം കൊടുത്തിരിക്കുന്നത്. അതിലേതാണോ വലുത് നോക്കുക, അതെഴുതുക. നെക്സ്റ്റ് അതുപോലെ തന്നെ മിനിമം കണ്ടുപിടിക്കുക. മിനിമം 3 ആണോ -2 + പ്രീവിയസ് എലമെന്റ് ആണോ വലുത് നോക്കുക. അത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. മിനിമം സം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതെല്ലാം കണ്ടുപിടിച്ച് അതുപോലെ തന്നെ തേർഡ് ഇൻഡെക്സിലുള്ളത് -2 ആണ്. ആ -2 ഇതുപോലെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 5 ലാസ്റ്റ് എലമെന്റ്, അതും ഇതുപോലെ ചെക്ക് ചെയ്യുക. ഈ അവസാനം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അറേയുടെ സം ആയിരിക്കും. സം ഓഫ് അറേ, ഈ അറേയുടെ ഏറ്റവും സം ആയിരിക്കും ഈ കിട്ടുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിലെ മാക്സിമം എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഈ ടോട്ടൽ മൈനസ് നമ്മൾ ഏറ്റവും മിനിമം വാല്യൂ മൈനസ് ചെയ്താൽ പോരെ. ഏറ്റവും മിനിമം വാല്യൂ ഏതാണ് അത് മൈനസ് ചെയ്താൽ ഈ അറയിലെ ഏറ്റവും സമ്മായിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുകയും. അത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. മാക്സിമം ഓഫ് കറണ്ട് മാക്സിമം ആണോ വലുത്, അതോ നമുക്ക് കിട്ടിയ മാക്സിമം സമ്മാണോ വലുത്. മാക്സിമം സം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അറയിലെ ഏറ്റവും സമ്മാണോ, ഫുൾ സമ്മാണോ വലുത്,
ഈ കറണ്ട് മാക്സിമം സമ്മാണോ വലുത്, അത് ടോട്ടൽ മൈനസ് മിനിമം സമ്മം, ടോട്ടൽ മൈനസ് മിനിമം എലമെൻ്റ് ആണെന്ന് നോക്കുക. ടോട്ടൽ മൈനസ് മിനിമം എലമെൻ്റ് ഇവിടെ പറഞ്ഞാൽ ടോട്ടൽ മൈനസ് മിനിമം ആണെന്ന് നോക്കുക. അതുകൊണ്ട് ഇവിടെ 7 നമ്മളുടെ മാക്സിമം സമ്മ്, ഇവിടെ നമുക്ക് കിട്ടിയ മാക്സിമം സമ്മ് ഈ 5 ആണോ വലുത്, അതോ ഈ 5 മൈനസ് മാക്സിമം 5 മൈനസ് നമ്മുടെ അറയിലെ ഏറ്റവും മിനിമം വാല്യൂ ആണോ നോക്കുക. 5 മൈനസ് മിനിമം വാല്യൂ എന്താണെന്ന് വെച്ചാൽ 5 മൈനസ് മൈനസ് 3. അപ്പം ഇത് വേറെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 5 മൈനസ് മൈനസ് 5 മൈനസ് മൈനസ് ഇവിടുത്തെ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്, 2 ആണ്, -2. കേട്ടോ, മിനിമം കറണ്ട് മിനിമം നമുക്ക് ഇവിടെ എല്ലാം നോക്കിയാൽ ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് കിട്ടിക്കുന്നത് ഈ -20. ഇതിനാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. മിനിമം ഓഫ് -2 ആണ് ഏറ്റവും മിനിമം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിനാണ് ഈ ലൂപ്പിൽ ചെക്ക് ചെയ്ത കാര്യങ്ങളാണ് ഇത് വരുന്നത്. അപ്പം -2 ആണ്. ഇത് കൂട്ടാൻ നേരത്തെ നമുക്ക് 7 കിട്ടും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, മാക്സ് ഓഫ് കറക്റ്റ് മാക്സിമം ആണോ വലുത്, അല്ല മാക്സ് സം ആണോ വലുത്, ഈ മാക്സി സം ആണ് 6 ആണ് നമുക്ക് ഏറ്റവും മാക്സിമം സം കിട്ടിയേക്കുന്നത്. ആ മാക്സ് സം ആണോ വലുത്, ടോട്ടൽ മൈനസ് മിനിമം സം ആണോ വലുതെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ മൈനസ് മിനിമം സം ആണ് ഏറ്റവും മാക്സിമം കിട്ടിയിരിക്കുന്നത്. അപ്പം അത് റിട്ടേൺ ചെയ്യും. ആ റിസൾട്ട് റിട്ടേൺ റിസൾട്ട് എന്ന് കൊടുക്കും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കുലർ സബ് അറേ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. നോൺ സർക്കുലർ സബ് അറേ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനുണ്ട്. അത് ഇത്തിരി കൂടെ ഈസിയാണ്. ഇത് ഇത്തിരി കൂടെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് മാക്സിമം സമ്മ് ഇതെല്ലാം 0th ഇൻഡെക്സിലെ എലമെൻ്റ് ആണ്. അതായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. കറണ്ട് മിനിമം സമ്മും എല്ലാം 0th ഇൻഡെക്സ് ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇനി ലൂപ്പിൽ ഓരോ എലമെൻറ്റും അറയിൽ ഓരോ എലമെൻറ്റ് ചെക്ക് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ